വള്ളലാർ ശ്രീ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരുംജ്യോതിയിലെ അടുത്ത അകവൽ കവിതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൽപ്പം പല പല കഴിയിനും അഴിവുറ അത്ഭുതം അരും സഭൈ അരുൾപ്പെരും ജ്യോതി. അത്ഭുതം തരും ചിത് സഭയിലെ അരുൾപ്പെരും ജ്യോതി എന്നാണ് വള്ളലാർ സ്വാമികൾ ഈ അരുൾപ്പെരും ജ്യോതിയെ വിശേഷിപ്പിക്കുന്നത്. അത്ഭുതം തരുന്ന അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ജ്ഞാനസഭയിൽ വിളങ്ങുന്ന, നമ്മുടെ ചിത് സഭയിൽ വിളങ്ങുന്ന ഈ അരുൾപ്പെരും ജ്യോതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്ഭുതം എന്ന വികാരമാണ് ഉണ്ടാകുന്നത്. എപ്പോഴാണ് ഈ അത്ഭുതം ഉണ്ടാകുന്നത്? നാം ഇതുവരെ കാണാത്തത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്ഭുതം പൊട്ടിവിരിയുന്നു, ആശ്ചര്യം പൊട്ടിവിരിയുന്നു. അതേപോലെ ഈ പെരും ജ്യോതി ചിത്ത് ആകുന്ന സഭയിൽ, നമ്മുടെ തന്നെ ചിത്ത് ആകുന്ന സഭയിൽ പ്രകാശിക്കുമ്പോൾ ആ പ്രകാശത്തിൻ്റെ മഹാശക്തി വിശേഷം കാണുമ്പോൾ നാം അത്ഭുത പരതന്ത്രരായി മാറുന്നു. ഇത്രയും അത്ഭുതം പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും നമുക്കുണ്ടാകില്ല. അത്രയ്ക്ക് മഹാ അത്ഭുതമാണ് അരുൾപ്പെരും ജ്യോതിയെ ദർശിക്കുക എന്നുള്ളത്. സാധാരണക്കാർക്ക് സാധാരണ നിലയിൽ അരുൾപ്പെരും ജ്യോതിയെ കാണാൻ കഴിയില്ല. എന്നാൽ സാധകൻ്റെ ഏറ്റവും ദിവ്യമായ ഒരു തലത്തിൽ എത്തിച്ചേരുമ്പോൾ ആ സാധകന് ഈ അത്ഭുത പെരും ജ്യോതിയെ ചിത് സഭയിൽ, നമ്മുടെ ഭ്രൂമധ്യത്തിൽ വിളങ്ങുന്ന ഈ അരുൾപ്പെരും ജ്യോതി അതിൻ്റെ എല്ലാ പ്രകാശരശ്മികളോടും കൂടി പൂർണ്ണ ശോഭയോടെ ദർശിക്കാൻ കഴിയുന്നു. അപ്പോൾ ദർശനം കിട്ടുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യം ഉള്ള കാര്യം. അതായത് നമ്മുടെ തന്നെ പുരികമധ്യത്തിൽ, അതായത് ആജ്ഞാചക്രത്തിൽ ഈ അരുൾപ്പെരും ജ്യോതി പ്രകാശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. 90% ജനങ്ങൾക്കും ഈ അരുൾപ്പെരും ജ്യോതിയെ കാണാൻ പറ്റില്ല. അരുൾപ്പെരും ജ്യോതി അവിടെ പ്രകാശിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ചില പരിമിതികൾ കൊണ്ട്, നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഈ അത്ഭുത ജ്യോതിയെ കാണാൻ കഴിയില്ല. അതിന് 6ാമത്തേതും 7ാമത്തേതുമായ ഇന്ദ്രിയം വേണം. 6ാമത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് മനസ്സിനും അപ്പുറമുള്ള അതിമനസ്സാണ്. 6ാം ഇന്ദ്രിയം സത്യത്തിൽ മനസ്സാണ്. ഈ മനസ്സിനും അപ്പുറമുള്ള 7ാമതൊരു ഇന്ദ്രിയമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ദാർശനിക ചിന്തകന്മാർ ഈ 7ാം ഇന്ദ്രിയത്തെ ഉണർത്താൻ വേണ്ടിയിട്ട് അംബയോട് അല്ലെങ്കിൽ ദേവിയോടൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്നത്. 7ാം ഇന്ദ്രിയം എന്ന് പറഞ്ഞിട്ടൊരു കവിത കുമാരനാശാൻ്റേതായിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കുമാരനാശാൻ ഹൃദയം നൊന്ത് ഈ അരുൾപ്പെരും ജ്യോതിയെ കാണാൻ വേണ്ടിയിട്ട്, അരുൾപ്പെരും ജ്യോതിയുടെ സാമ്രാജ്യം അതിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിരന്തരം അമ്മയെ പ്രാർത്ഥിക്കുന്ന ഒരു കവിതയാണ് 7ാം ഇന്ദ്രിയം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പാഴാകും മരുവിലലഞ്ഞ് സർവഗേമി വാഴാറുള്ള അരമന തേടി വാടി ഞങ്ങൾ കേഴാതാ രസമയ രാജ്യസീമ കാൺമാൻ 7ാം ഇന്ദ്രിയം ഇനി അമ്പോട് ഏകുക അമ്മേ. 7ാമത്തെ ഇന്ദ്രിയം അല്ലയോ അമ്മേ എനിക്ക് നൽകുക. എന്തിനു വേണ്ടി? രസമയ രാജ്യസീമ കാണാൻ വേണ്ടി. അമ്പ വസിക്കുന്ന ഈ അരുൾപ്പെരും ജ്യോതിയുടെ ആ ലോകം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് 7ാമത്തെ ഒരു ഇന്ദ്രിയം നൽകണമേ എന്ന് കുമാരനാശൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കവിതയാണ്
കാവ്യകല അഥവാ ഏഴാം ഇന്ദ്രിയം എന്ന് പറഞ്ഞിട്ട് ഒരു കവിത. അതിൽ ഈ അമ്മയെ തേടി തേടി അലഞ്ഞലഞ്ഞ് നടക്കുന്ന, അതായത് ഈ അരുൾപ്പെരും ജ്യോതിയെ തേടി തേടി നടക്കുന്ന കുമാരനാശാനെയാണ് ഏഴാം ഇന്ദ്രിയം എന്ന കവിതയിൽ നാം കാണുന്നത്. ഇത് ഓരോ സാധകൻ്റെയും പ്രാർത്ഥനയാണ്. അല്ലയോ അമ്മേ, അല്ലെങ്കിൽ അല്ലയോ ദേവി, അല്ലയോ ശിവഭഗവാനെ, അല്ലയോ പാർവതീ ദേവി, അവിടുന്ന് എനിക്ക് ഏഴാമത്തെ ഇന്ദ്രിയം നൽകി എൻ്റെ ഭ്രൂമധ്യത്തിലെ ഈ അരുൾപ്പെരും വെളിച്ചത്തെ കാണാൻ എനിക്ക് കഴിയട്ടെ. അങ്ങനെ കണ്ട വള്ളലാർ സ്വാമികൾ പറയുകയാണ്, അത് കാണുക എന്നുള്ളത് തന്നെ ഒരു സാധകന് ഏറ്റവും അത്ഭുതം നിറഞ്ഞ കാഴ്ചയാണ്. ഇത്രയും അത്ഭുതം, ഇത്രയും ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കാഴ്ച ഈ പ്രപഞ്ചത്തിൽ വേറെ ഏതുമില്ല. അതാണ് ഇവിടെ സത്യം. അതായത് ഈ അരുൾപ്പെരും ജ്യോതിയുടെ 1000 സൂര്യന്മാരെ പോലെ പ്രകാശിക്കുന്ന ഈ അരുൾപ്പെരും ജ്യോതി നമ്മുടെ ആത്മസൂര്യനായി പ്രകാശിക്കുന്ന ചിത്സഭയിൽ, ജ്ഞാനസഭയിൽ പ്രകാശിക്കുന്ന ഈ ചിദംബര ജ്യോതിയെ കാണാൻ കഴിയുക എന്നുള്ളത് ഒരു സാധകൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹാ അത്ഭുതം നിറഞ്ഞ ഒരു കാഴ്ചയാണ്. ഇതിനപ്പുറം ഒരു കാഴ്ചയില്ല. ഇതാ നോക്കൂ, അത് പറയുന്ന ഭാഗം വള്ളലാർ സ്വാമികൾ, കൽപ്പം പല പല കഴിയിനും അഴിവുറ അത്ഭുതമാണ്. അനേകം കൽപ്പങ്ങൾ കഴിഞ്ഞാൽ പോലും ഈ അരുൾപ്പെരും ജ്യോതിക്ക് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. അതാണ് ഈ അരുൾപ്പെരും ജ്യോതിയുടെ പ്രത്യേകത. നാം പ്രകാശിപ്പിക്കുന്ന നമ്മുടെ ജ്യോതികളെല്ലാം തന്നെ കുറച്ച് കഴിയുമ്പോൾ എണ്ണ വറ്റിയാൽ അതിൻ്റെ പ്രകാശം അവസാനിക്കും, അല്ലെങ്കിൽ അതേപോലെ അതിൻ്റെ പ്രകാശം കുറഞ്ഞു വരും, അതിന് നാശമുണ്ടാകും, അത് കെട്ടുപോകും. പക്ഷേ ഈ പ്രകാശം ഒരിക്കലും കെട്ടുപോകില്ല. നമ്മുടെ ചിത്സഭയിൽ ഈ പ്രകാശം 1000 സൂര്യന്മാരെ പോലെ നിത്യമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അത് നോക്കൂ, എന്താ പറയുന്നത് നോക്കൂ, കൽപ്പം പല പല കഴിയതും, പല പല കൽപ്പങ്ങൾ കഴിഞ്ഞാലും അതേപോലെ മന്വന്തരങ്ങൾ പലതും കഴിഞ്ഞാലും ഈ അത്ഭുത ജ്യോതിക്ക് ഒരിക്കലും ഒരു കുറവും സംഭവിക്കുന്നില്ല, ഒരു പരിമിതിയും ഈ അത്ഭുത ജ്യോതിക്കുണ്ടാകുന്നില്ല. അങ്ങനെയുള്ള അരുൾപ്പെരും ജ്യോതിയാണ് എൻ്റെ ഭ്രൂമധ്യത്തിൽ നിരന്തരം നിതാന്തമായി പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നത്. 1000 സൂര്യന്മാരെ പോലെ പ്രകാശിക്കുന്ന ഈ ജ്യോതി കാണുമ്പോൾ എനിക്ക് അത്ഭുതം എന്ന വികാരമാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അത്ഭുതത്തെ നാം ഒരു രസമായിട്ട് കാണാറില്ല. നവരസങ്ങളെപ്പറ്റി പറയുമ്പോൾ ഈ അത്ഭുത രസത്തെപ്പറ്റി പറയാറില്ല. ഒരു സാധകൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആശ്ചര്യം അല്ലെങ്കിൽ അത്ഭുതമാണ് എപ്പോഴും ഉണ്ടാകുന്നത്. ഓരോ കാഴ്ച കാണുമ്പോഴും അതിൽ അത്ഭുതമാണ് നിറയുന്നത്. അങ്ങനെ ആശ്ചര്യം, എന്തിലും ആശ്ചര്യം കാണാൻ കഴിയുക. എന്താ കാരണം? എല്ലാത്തിലും ഈ പരഞ്ജ്യോതിയാണ് പ്രകാശിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിമിഷം സാധകൻ്റെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ എല്ലാത്തിനെയും പരഞ്ജ്യോതിയെ കണ്ട് ആ പ്രകാശധാരയിൽ അലിഞ്ഞലിഞ്ഞില്ലാതായി തീരാൻ കഴിയുക എന്നുള്ളത് ഒരു സാധകൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ നിമിഷങ്ങളാണ്. അതായത് നമ്മുടെ ഇന്ദ്രിയബദ്ധമായ ജീവിതം കൊട്ടിയടക്കപ്പെടുകയും പകരം അതീന്ദ്രിയമായ ഒരു ഇന്ദ്രിയം നമുക്ക് ലഭിക്കുകയും ആ ഏഴാം ഇന്ദ്രിയത്തിലൂടെ, അതായത് ഭ്രൂമധ്യത്തിലെ തൃക്കണ്ണ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച, ആ കാഴ്ച അത്ഭുതത്തിൻ്റെ കാഴ്ചയാണ്. നമ്മുടെ ഭ്രൂമധ്യത്തിലെ ആ 3ാം കണ്ണ്, ശിവൻ്റെ 3ാം കണ്ണ്, തൃക്കണ്ണ്, ആ തൃക്കണ്ണ് തുറന്നു കിട്ടുകയാണ് 7ാം ഇന്ദ്രിയം ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ആ 3ാം കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ സകലതും അത്ഭുതമായി തോന്നും. എന്താണ് അത്ഭുതത്തിന് കാരണം? നാം ഇന്നേവരെ കാണാത്ത, ഇന്നേവരെ ജീവിക്കാത്ത ഒരു മഹർ ലോകമാണത്. ഈ ലോകം നമുക്ക് ഇതിനു മുമ്പ് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അത്ഭുത ജ്യോതിയെ കാണുന്ന നിമിഷം അയാളുടെ സാധകൻ്റെ ജീവിതമാകെ മാറി മറിയുകയാണ്.
പിന്നീട് അയാളുടെ ജീവിതത്തിൽ അത്ഭുതം മാത്രമേ ഉള്ളൂ. 1000 കോടി സൂര്യന്മാരെ പോലെ പ്രകാശിക്കുന്ന ഈ അത്ഭുത ജ്യോതിയിൽ അയാൾ വിലയം പ്രാപിക്കുകയും കാണുന്നതെല്ലാം പ്രകാശം മാത്രമായി തീരുകയും ചെയ്യുന്നു. പിന്നെ ഇരുട്ടില്ല. അയാളുടെ ജീവിതം പരിപൂർണ പ്രകാശമായി മാറുന്നു. ഇതിനെയാണ് നാം അറിവ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നാം ബോധം എന്ന് പറയുന്നത്. ഇതിനെയാണ് നാം ശിവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിവത്തെ കാണാൻ കഴിയുക, ഈ ശിവത്തിൽ അലിഞ്ഞു ചേരുക, ശിവമായിത്തീരുക. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഈ അത്ഭുത ജ്യോതി ഭ്രൂമധ്യത്തിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന രസം അത്ഭുത രസമാണ്. എപ്പോഴും എല്ലായ്പ്പോഴും നിറഞ്ഞ ആശ്ചര്യമാണ്. അങ്ങനെ ആശ്ചര്യത്തിൻ്റെ ലോകത്തിൽ, അത്ഭുതത്തിൻ്റെ ലോകത്തിൽ നാം എപ്പോഴും ജീവിക്കുന്നു. പിന്നെ നമുക്ക് ഈ ലൗകിക ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊന്നും ഏശുകയില്ല. പിന്നെ അയാൾ എപ്പോഴും സന്തോഷവാനായിരിക്കും, നിറഞ്ഞ സംതൃപ്തിയുള്ളവനായിരിക്കും. എന്തിലും ഏതിലും സ്നേഹം മാത്രമേ കാണൂ. അതുപോലെ കരുണ മാത്രമേ എപ്പോഴും ഹൃദയത്തിൽ നിന്ന് പൊഴിയുകയുള്ളൂ. അയാളെ, ആ സാധകനെ കാണുന്ന ഒരാൾക്ക് തന്നെ സ്നേഹത്തിൻ്റെ മഹാപ്രവാഹത്തിൽ മുങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ചില മഹായോഗീശ്വരന്മാർ ഇങ്ങനെ അരുൾപ്പെരും ജ്യോതിയെ ദർശിച്ച് ആ അരുൾപ്പെരും ജ്യോതിയിൽ വിലയിച്ച് ഈ അത്ഭുത രസത്തിൽ മുഴുകിക്കഴിയുന്ന ചില മഹാമൗനികളായ യോഗീശ്വരന്മാരെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അവർ ഒന്നും മിണ്ടാറില്ല. അടുത്ത് ചെല്ലുന്നവരെ ദക്ഷിണാമൂർത്തിയെ പോലെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്യുള്ളൂ. ആ ദർശനത്തിലൂടെ, ആ ദർശനം കിട്ടിയ സാധകൻ പിന്നീട് ഉയർന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ചിന്മയാനന്ദ സ്വാമി ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ വീട് വിട്ടിറങ്ങിയിട്ട് അന്വേഷണത്തിന് വേണ്ടി എങ്ങോട്ട് പോകണമെന്നറിയില്ല. അങ്ങനെ ട്രെയിനിൽ കയറി പോകുന്നു. അപ്പോൾ ഒരാൾ രമണാശ്രമത്തെ പറ്റി പറയുന്നു. അങ്ങനെ പിന്നെ രമണാശ്രമത്തിൽ ചെല്ലുന്നു. രമണാശ്രമത്തിൽ ചെന്നപ്പോൾ അതും വിപ്ലവകാരിയായ ചെറുപ്പക്കാരനായ ചിന്മയാനന്ദ സ്വാമി അങ്ങനെ രമണാശ്രമത്തിൽ ചെന്ന് രമണ മഹർഷിയെ കാണുകയാണ്. രമണ മഹർഷി അപ്പോൾ സത്സംഗത്തിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം ചിന്മയാനന്ദ സ്വാമി ആ സത്സംഗത്തിൻ്റെ കൂട്ടത്തിൽ ഇരുന്നു. ആ സമയം രമണ മഹർഷി ചിന്മയാനന്ദനെ ഒന്ന് നോക്കിയേ ഉള്ളൂ. അതോടുകൂടി തന്നെ ചിന്മയാനന്ദൻ ആകെ മാറി മറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതമാകെ മാറ്റത്തിന് വിധേയമായി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഏതോ ഒരു മസ്മറിസം ചെയ്ത പോലെ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു മജിഷ്യൻ ആയിരിക്കാമെന്നും ആ മസ്മറിസത്തിൽ തന്നെ മയക്കി എന്നുമാണ് ചിന്മയാനന്ദ സ്വാമി പറയുന്നത്. അതുകൊണ്ട് പ്രസാദം കൊടുത്തപ്പോൾ ആ പ്രസാദം പോലും ചിന്മയാനന്ദ സ്വാമി അന്ന് സ്വീകരിച്ചില്ലായിരുന്നു. പിന്നീടാണ് ആ നോട്ടത്തിൻ്റെ മഹത്വം ചിന്മയാനന്ദ സ്വാമിയുടെ ജീവിതത്തിലുണ്ടായത്. ആ ഒരൊറ്റ നോട്ടം കൊണ്ട് ചിന്മയാനന്ദൻ അദ്ദേഹത്തിൻ്റെ 7ാം കണ്ണ്, അദ്ദേഹത്തിൻ്റെ 7ാം ഇന്ദ്രിയം തുറന്നു കിട്ടുന്നു. അങ്ങനെ ആ ഭ്രൂമധ്യത്തിലെ ജ്ഞാന പ്രകാശം ആ ഒറ്റ നോട്ടത്തിലൂടെ ചിന്മയാനന്ദ സ്വാമിക്ക് കിട്ടിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മഹായോഗിയുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ ഒരാളുടെ മനസ്സിൽ അഗ്നി പടരുന്നു. അപ്പോൾ അതിന് പറ്റിയ ഒരു പാത്രം കൂടി ഉണ്ടാകണം. അതാണ് സാധകൻ അതിന് അനുയോജ്യമായ തരത്തിലുള്ളൊരു പാത്രമായിരിക്കണം. എങ്കിലേ ഈ നോട്ടത്തിലെ അഗ്നി അയാളിലേക്ക് കത്തിപ്പടരുകയുള്ളൂ. അപ്പോൾ നാം എപ്പോഴും നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കുകയും അതേപോലെ തന്നെ പവിത്രമാക്കുകയും ചെയ്യണം. അങ്ങനെ പവിത്രമായ ഒരു മനസ്സിലാണ് ഈ ദർശനം കിട്ടുകയെങ്കിൽ അത് അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മെ ആത്മീയ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. ഇതൊരു സാധകന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അയാൾ പാത്രം വിശുദ്ധമാണ് എങ്കിൽ, അതായത് ഈ പരാവിദ്യ അറിയാൻ പറ്റിയ ഒരു പാത്രമാണ് സാധകനെങ്കിൽ അയാൾക്ക് ഒരൊറ്റ ദർശനം മതി, അല്ലെങ്കിൽ ഒരു വാക്ക് മതി, അല്ലെങ്കിൽ ഒരു നോട്ടം മതി, അല്ലെങ്കിൽ ഒരു
സ്പർശനം മതി അയാളുടെ ജീവിതത്തെ മുഴുവനും പിന്നെ അത്ഭുതമാക്കി മാറ്റും. അയാൾ തൊടുന്നതെല്ലാം അത്ഭുതമായിരിക്കും, അയാൾ കാണുന്നതെല്ലാം അത്ഭുതമായിരിക്കും, അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ വസ്തുക്കളും ആശ്ചര്യമുണ്ടാക്കുന്ന വസ്തുക്കളായി പരിവർത്തനപ്പെടും. ഒരാളെ ആകെ രൂപപരിണാമത്തിന് വിധേയമാക്കാൻ ഈ അരുൾ പെരും ജ്യോതിക്ക് കഴിയും. അതുകൊണ്ടാണ് വള്ളലാർ സ്വാമികൾ പറയുന്നത് ഇത് ഒരത്ഭുത ജ്യോതിയാണ്. എന്താണ് കാരണം? കൽപ്പങ്ങൾ കഴിഞ്ഞാലും ഈ അത്ഭുത ജ്യോതിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. കൽപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ബില്യൺ വർഷങ്ങളാണ്, 4.32 ബില്യൺ വർഷങ്ങളാണെന്ന് തോന്നുന്നു ഒരു കൽപ്പം. അങ്ങനെ അനേകം കൽപ്പങ്ങൾ കഴിഞ്ഞാലും ഈ അത്ഭുത ജ്യോതി മന്വന്തരങ്ങൾക്കപ്പുറത്ത് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അനേകം ബില്യൺ വർഷങ്ങൾക്കും അപ്പുറം, അനേകം മന്വന്തരങ്ങൾക്കും അപ്പുറം നിലകൊള്ളുന്ന ഈ അരുൾ പെരും ജ്യോതി ഒരാളുടെ ജീവിതത്തെ കൂടുതൽ മഹനീയമാക്കി മാറ്റുന്നു, ഈശ്വരീയമാക്കി മാറ്റുന്നു, ശിവമാക്കി മാറ്റുന്നു. കൽപ്പം പല കഴിയിനും അഴിവുറ അത്ഭുതം തരും സഭൈ അരുൾ പെരും ജ്യോതി. അനേകം കൽപ്പങ്ങൾ കഴിഞ്ഞാലും ഒരിക്കലും നശിക്കാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ ജ്ഞാനസഭയിൽ വിളങ്ങുന്ന അരുൾ പെരും ജ്യോതി. അപ്പോൾ നമ്മുടെ ചിത് സഭ എന്ന് പറയുന്നത് നമ്മുടെ ചിത്ത് ആകുന്ന സച്ചിത്താനന്ദം, അതിലെ ചിത്ത് ആകുന്ന ആനന്ദമാകുന്ന ശിവമാകുന്ന ഈ ചിത്തിലാണ് ഈ അരുൾ പെരും ജ്യോതി അത്ഭുതം നൽകിക്കൊണ്ട് എന്നും നമ്മുടെ ഭ്രൂമധ്യത്തിൽ വിരാജിക്കുന്നു. ആ ജ്യോതിയെ നമുക്ക് കാണാൻ കഴിയണം. ആ ജ്യോതി അവിടെ ഉണ്ട്, പക്ഷേ നമുക്കത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ഈ ആത്മീയ ദുഃഖത്തിൽപ്പെട്ട ഒരാൾ നിരന്തരം ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കുകയും അവസാനം ഈ അരുൾ പെരും ജ്യോതി ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ ശിവം എന്ന സത്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഓം ശിവായ നമഃ.